ചെറിയ കുട്ടിയാണ് അവളതിന് നമുക്ക് എനിക്ക് പ്രായമൊന്നും കിട്ടില്ല. ചെറിയ അവൾക്ക് 22 വയസ്സായിട്ടുള്ളൂ. 22 വയസ്സെന്ന് വെച്ചാൽ എൻ്റെ കരിയറിന് ഭയങ്കര മാറ്റം കൊണ്ടുവന്നൊരു പരിപാടിയാണ് സ്റ്റാർ മാജിക്. അപ്പം എനിക്ക് പക്ഷേ എന്ത് മാരേജ് പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് ആളുകൾ വരണം, സുഹൃത്തുക്കൾ വരണം, എല്ലാവർക്കും ഫുഡ് തികയണം, എല്ലാവരും കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയൊക്കെ നടന്നു. പക്ഷേ എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആളുകളും സുഹൃത്തുക്കളുടെ സ്നേഹം കൊണ്ടിട്ട് എൻ്റെ വീട്ടുകാരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനുശേഷം ചെറിയൊരു പരിപാടി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. മാരേജ് അടിപൊളി ഗംഭീരം, ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളൊരു കല്യാണത്തിന് ഒരു ഇതുണ്ടല്ലോ, നമ്മളെ ഉമ്മ, അനിയൻ, എൻ്റെ അനിയത്തി, അളിയൻ, കുട്ടികളെ കൂടി ഒരു ഫോട്ടോ, ഫാമിലി ഫോട്ടോ, അത് എടുക്കാൻ പറ്റിയില്ല. അത്രയും ആളുകൾ ഇങ്ങനെ വന്നിട്ട് നമ്മളെ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് അപ്പോൾ കുറേ പൈസയൊക്കെ വെച്ചിട്ട് സ്റ്റേജൊക്കെ ഉണ്ടാക്കി അതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളിത് വേറൊരു പരിപാടിയിലൂടെ ചെയ്തു, വേറൊരു പരിപാടി ചെയ്തു, ഞങ്ങൾ ഫാമിലി മാത്രമുള്ള പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഇത് കുഴപ്പമില്ല. പക്ഷെ കല്യാണം ഗംഭീരമാണോ അല്ലേ? ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ എനിക്കൊന്നും ഞാൻ ഫുള്ളി ബ്ലാങ്ക് ഔട്ട് ആയിരുന്നു. എന്താ നടക്കണേ, എന്താ ഇത്, ഒരു ഫെസ്റ്റിവൽ പോയാലായിരുന്നു. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. അന്നേരം കല്യാണം നമ്മൾ പൊളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, ഇപ്പോൾ വിളിക്കാത്ത ഒരുപാട് ആൾക്കാർ വന്നു. അതാ ഞാൻ പറഞ്ഞത്, എന്നോടുള്ള സ്നേഹമാണ്. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അലൻ ജോസ് പെരേരയും അങ്ങനെ അതൊക്കെ ഞാൻ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ ഒരു ഇതാട്ടോ, ഒരാളെ മാറ്റി നിർത്താറുള്ള എൻ്റെ ലൈഫിൽ. അതിപ്പോൾ നമ്മളാണ് തരംതിരിക്കുന്നത്. പല ആളുകളും കഴിവ് പറഞ്ഞാൽ കഴിവില്ലാത്തത്. എല്ലാവർക്കും പടച്ച തമ്പുരാൻ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കഴിവുള്ള ഒരാളെന്നല്ല. ഞാൻ എന്തൊരു ഭാഗ്യവും എൻ്റെ വീട്ടുകാരൻ്റെ ഉമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇങ്ങനെ ആയത്. അല്ലാതെ ഇപ്പോൾ ഇന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ആയത് അങ്ങനെ. എൻ്റെ ഒരു രൂപവും അല്ലെങ്കിൽ എൻ്റെ സംസാരം ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ അവരെല്ലാവരും വിളിച്ചിരുന്നു. അലൻ ജോസ് പേരെ ഉള്ള ഇവിടെ 10ാം ക്ലാസ് 10ൽ ഒരുമിച്ച് വിളിച്ചാണ്. അലിൻ ജോസിന് എന്റെ ഫ്രണ്ടായിരുന്നു. ഞാനാ വിളിച്ചത്. കാരണം ആ സമയത്ത് ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു. ജർഫയുടെ കയ്യിൽ ആക്ച്വലി ജർഫ ദുബായിലായിരുന്നു. ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ കല്യാണത്തിന് 4-5 ദിവസം പോയി ഞങ്ങൾ രണ്ടാളും എത്തിയതോടെ. അപ്പോൾ വന്ന സമയത്ത് ഞാൻ സിനിമയുടെ പൂജയ്ക്ക് വരുന്നു. എൻ്റെ ഒരു സിനിമയുടെ പൂജയ്ക്ക് ഒരു തൂഫാൻ എന്തൊരു പടത്തിന് മേരാ തൂഫാൻ, യെസ്, ആ സിനിമയുടെ പൂജയ്ക്ക് ഞാൻ പോയിരുന്നു. അന്ന് 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കല്യാണമാണെന്ന് ഞാൻ അറിഞ്ഞു. കല്യാണം വിളിക്കുന്നില്ല അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കാൻ പോകും. പാവമാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഇതടിങ്ങറാക്കാണ്. അതായത് ഒരു പാവ മനുഷ്യൻ, സാധുവായിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ അയാളുടെ റിവ്യൂവും അത് ചില ആളുകൾക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയും. എന്നെ അദ്ദേഹം ഒരു ഇതിന് പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ കല്യാണത്തിന്, ഞങ്ങളുടെ കല്യാണത്തിന് നിന്നെ ഹേർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ വിളിക്കുന്ന ഒരു കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് ഹേർട്ട് ആവണമെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല. അയാൾ ചെയ്യുന്ന പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ കമൻറ്റിലൂടെ പറയുന്നത്. അവർക്ക് തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കമൻറ്റിലൂടെ അവർ പറയുന്നത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എന്നെപ്പോലെ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, ആന അതുപോലെ അണ്ണാൻ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെ അവസ്ഥ. അയാൾ എന്തെങ്കിലും കാണിച്ചോട്ടെ. അത് എന്തിനാണ് മറ്റുള്ളവർക്ക് അയാൾ കുറ്റം പറഞ്ഞത്? ഈ ലോകത്ത് എല്ലാവരും തികഞ്ഞവരാണോ? ഞാൻ തികഞ്ഞാണോ? അല്ല. എന്തിനാണ് അയാളെ പറ്റി പറഞ്ഞത്? അയാളുടെ ജീവിതം അയാൾ ജീവിച്ചു പോകുന്നു, അയാൾ എന്തും ചെയ്തത്. എല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും സഹജീവികളെ പരിഗണിച്ച് മുന്നോട്ട് പോകും. ഭയങ്കര സന്തോഷമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ഇല്ല ബ്രോ, ഇത് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പം ഇടയ്ക്ക് മലപ്പുറത്ത് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇവളെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ നീ ഓക്കെയാണെങ്കിൽ വാന്ന് പറഞ്ഞ് ഞാൻ അവളെ കൊണ്ടുപോകാറുണ്ട്. അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ ഒരു രസമല്ലേ? കാര്യം പുള്ളിക്കാർ കുറച്ചാൾ കഴിയുമ്പോൾ അബുദാബിയിൽ ജോലിക്ക് പോകും. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ ഉള്ള സമയം എൻ്റെ കൂടെ അവൾ സ്പെൻഡ് ചെയ്യട്ടെ. ഒരു വൈഫിനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ നിർത്താൻ വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ കൂടെ യാത്ര ചെയ്യാനും എൻ്റെ പാർട്ട്ണർ ലൈഫിൻ്റെ വേറെ ആളെ ഞാൻ കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ലൈഫ് പാർട്ട്ണർ എൻ്റെ കൂടെ യാത്ര ചെയ്യും. മലപ്പുറം പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് ഡ്രൈവറില്ല. എൻ്റെ കൂടെ അവൾ ട്രാവൽ ചെയ്യുന്നു, ഞാനവിടെ പോകുമ്പോൾ അവളെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഹാപ്പിയാണ്. എൻ്റെ വൈഫിനെ കൊണ്ട് പോകുമ്പോൾ സുഖം. കല്യാണം കഴിഞ്ഞവർക്കാണ് ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. കാര്യം നമ്മുടെ വൈഫിനെ കൊണ്ട് നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ
നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടണം. കാര്യം എൻ്റെ എന്താ പറയുക, എൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് എൻ്റെ പാർട്ട്ണറിനായിരിക്കും. പുള്ളിക്കാരിക്ക് എന്നെ പറ്റി എല്ലാവരും എനിക്ക് എന്തോ ഒരു ദേഷ്യം വരും, എന്തോ ഒരു നേരെ ദേഷ്യം ഉണ്ടാവും. എന്താണ് ഞാനെന്ന് ഓൾമോസ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവളെയും ഞങ്ങൾ തമ്മിലൊരു കല്യാണം കഴിക്കാനുള്ള തീരുമാനം വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവളെ കൊണ്ട് ഇങ്ങനെ നടക്കും. കാര്യം പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്കാരിക്ക് ഹാപ്പിയാണ്, എനിക്ക് തോന്നുന്നില്ല ഹാപ്പിയാണെന്ന്. യാത്ര ഏറ്റവും എന്തറിയോ, ഞാൻ ബോറടിക്കുന്നില്ല, സത്യം ബോറടിക്കുന്നില്ല. അത് മെയിൻ കോമഡി എന്ന് പറഞ്ഞാൽ ഇവള് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്ത് പോയിട്ടില്ല. എൻ്റെ കൂടെയാണ് മലപ്പുറം പോയത്, എൻ്റെ കൂടെയാണ് പെരുമ്പാവൂർ വന്നത്, എൻ്റെ കൂടെയാണ് യാത്ര. ആകെ ചെറിയ കുട്ടിയാണ് അവള്, എനിക്ക് പ്രായമൊന്നും കിട്ടില്ല. അവൾക്ക് 22 വയസ്സായിട്ടുള്ളൂ. 22 വയസ്സെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അവൾ ചെറിയ കുട്ടിയാണ്, ചെറിയ മോളാണ്. ഞാൻ 22 വയസ്സിൽ ഞാൻ ഭീകരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 22 വയസ്സെന്ന് അറിയാലോ, ചെറിയ കുട്ടിയാണ്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. വേറെ ചോദിക്കാനുണ്ടോ? ഇപ്പം മലയാളികളെല്ലാം ഒരുപാട് ഈ സ്റ്റാർ മാജിക് നിർത്തിയേക്കാലോ, അത് എന്തുകൊണ്ടായിരുന്നു നിർത്താൻ? സ്റ്റാർ മാജിക് നിർത്താൻ കാരണം എനിക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആയില്ലേ, ഒരു ബ്രേക്ക് എല്ലാ പരിപാടി ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ ബ്രേക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ പുതിയത് തുടങ്ങും, പുതിയ രൂപത്തിൽ തുടങ്ങും, അങ്ങനെ തന്നെ പുതിയ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ. ഞാൻ പിന്നെ അനൂപേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല. നമ്മൾ ആളെ വിളിച്ചിട്ട് ഡയറക്ടറിൻ്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റോട്ട് എന്തുകൊണ്ട് നിർത്തി എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. ഇത് സ്റ്റാർ മാജിക് തുടങ്ങിയ സമയത്തൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് പ്രേക്ഷകർ തന്നിരുന്നു. പിന്നീട് നല്ല രീതിയിലാണ് റെസ്പോണ്ട് ഉള്ളത്. എന്നാൽ പോലും ചില ആളുകൾക്കെതിരായിട്ട് നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു ഫീൽ തന്നിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് തീരാൻ നേരത്തൊക്കെ ആയിട്ട് അതൊന്നും കൂടുതലും പോകുന്നത്. ഞാൻ പിന്നെ നെഗറ്റീവിന് പിന്നാലെ പോകുന്ന ഒരാളല്ല. എന്നെ പറ്റിയും ആളുകൾ നെഗറ്റീവ് പറയും, ആരെ പറ്റി പറയാം. അപ്പോൾ നിങ്ങളുടെ ചാനലിടുന്ന കണ്ടന്റ് മോശമാണ്, നിങ്ങളുടെ ചാനലിനെ പറ്റി നെഗറ്റീവ് പറയും. അത് ഈ ഒരു വേൾഡ് എങ്ങനെയാണ്, പോസിറ്റീവ് ഉണ്ടെങ്കിലല്ലേ നെഗറ്റീവ് ഉണ്ടാവുള്ളൂ. അത്ര മനസ്സിലാക്കിയാൽ മതി. ആ ഒരു പ്രോഗ്രാം ഭീകരമായി എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിന് ഭയങ്കര മാറ്റം കൊണ്ടുവന്നൊരു പരിപാടിയാണ് സ്റ്റാർ മാജിക്. അപ്പം ഞാനൊരിക്കലും എനിക്ക് അരി തന്ന ഒരു ഇതിനെപ്പറ്റി അത് നല്ലത് മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളൂ. പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം എനിക്കറിയാം. ഓരോ ആളുകൾക്കും ഓരോ സമയദോഷം ഉണ്ടല്ലോ. സമയദോഷം ഉണ്ടാകുമ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളുടെ സമയത്തിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഞാൻ ലാസ്റ്റ് സമയത്തൊന്നും ഞാൻ സ്റ്റാർ മാജിക്കിലില്ല. അതാണ് അവിടെ എന്താ സംഭവിക്കുന്നത്. നിങ്ങളൊരു ഫാമിലി ഉണ്ടല്ലോ, അതിന് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടല്ലോ എന്നെ ആളുകൾ തിരിച്ചറിയുന്നതും സംസാരിക്കുന്നതും എല്ലാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സ്റ്റാർ മാജിക് എന്നുള്ള പരിപാടി കൊണ്ടാണ്. ഞാൻ സിനിമയിലെ കഥാപാത്രങ്ങളോ ഞാനിപ്പോഴും ഏത് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് അറിയില്ല. ഞാൻ കുറേ പടങ്ങളിൽ നല്ല വേഷങ്ങളും ചെറിയ വേഷങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയ മലക്കാർ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻ അപ്പോൾ ഓട്ടെ സിനിമകളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ഒരു 10-15 പടങ്ങൾ ഞാൻ ചെയ്തു. തമിഴ് പടം വരെ ചെയ്തു, 2 പടം തമിഴ് ചെയ്തു. ഞാൻ ഏത് നടനാണെന്ന് ചോദിക്കുന്നതിന് ഒരു സ്റ്റാർ മാജിക്കിലെ പുള്ളിയാണ് എന്നെ ആളുകൾ പ്രശംസിക്കുക. അതിൽ ബിഗ് ബോസ് ഉണ്ടായിരുന്നവൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്കത് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മാത്രം ഒപ്പീനിയൻ പറഞ്ഞു. മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ടും സ്റ്റാർ മാജിക്. പിന്നെ ലാസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല. കാര്യം നമ്മളവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ആ പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി കൂടുതൽ അതിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയി. ഒരിക്കലില്ല, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ളതല്ല. ഞാൻ ടമാർപ്പടാർ എന്ന് പറഞ്ഞ പരിപാടിയാണ് സ്റ്റാർ മാജിക്. അത് നിങ്ങൾക്കറിയില്ലേ? ടമാർപ്പടാർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം സ്റ്റാർ മാജിക് ആയിരുന്നു. ഇനി സ്റ്റാർ മാജിക്ക് ശേഷം വേറെ എന്ത് പേരിൽ വേറെ രൂപത്തിലൊക്കെ വരും. ഇതൊരു ആർക്കും ഇങ്ങനെ വെറുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഗെയിമും അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നെ ചില ആൾക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടില്ല. അത് ഞാൻ പറയും. ഇതിൻ്റെ അടിയിലും കുറേ ആളുകൾ നെഗറ്റീവായിട്ട് വരും, പറയും. നമ്മളതിന് ബോധറിയായിരുന്നു ചെയ്ത് 2 ദിവസമല്ലേ പറയുള്ളൂ, അതിന് വേണ്ടി തീർന്നല്ലോ. എല്ലാ കാര്യവും അത്രേ ഉള്ളൂ. ഇതിപ്പം ഒരു 2 ആഴ്ച സ്റ്റാർ മാജിക്കിനെ പറ്റി എന്തുകൊണ്ട് നിർത്തിയെന്നുള്ള ചർച്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആളുകൾ മറക്കും. ആളുകൾ അവർ നേരത്തെ പറഞ്ഞാൽ ഫ്ലോ ഗോയിങ് വിത്ത് ഫ്ലോയിൽ അങ്ങ് പോകും. താങ്ക്സ് കേട്ടോ, സന്തോഷം. താങ്ക് യു.